എന്താണ് SMS മെഡിറ്റേഷൻ? നമ്മളുടെ എല്ലാ ധർമ്മങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും ഫാസ്റ്റായിട്ട് റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് ലൈഫിനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ്. ഈ ക്ലാസ്സിലൂടെ പോകുമ്പോൾ പ്രപഞ്ചം അവരെ പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ പഠിപ്പിക്കുകയല്ല. അപ്പോൾ ഭർത്താവ് ഉണ്ട് എന്ന് പറയുന്ന സ്ത്രീ ഭർത്താവോട് കൂടി വരണം. ശകാരിക്കുന്നതിന് ഒട്ടും ശബ്ദം കുറച്ചല്ല. നമ്മൾ ഈ സ്വർണം പണിയുന്ന ചുറ്റിക കൊണ്ട് പാറ അടിച്ചാൽ പൊട്ടില്ല. ഇല്ല. ഈ പറയുന്ന SMS മെഡിറ്റേഷൻ സ്വാംശീകരിക്കണം, നല്ല ലെവലിലേക്ക് മുന്നോട്ട് പോകണമെന്ന് ഡിസർവ് ചെയ്ത സോൾസ് ആണെങ്കിൽ ഉറപ്പായിട്ട്. തസ്മൈ ഗുരുജി, നമസ്തേ. നമസ്തേ. അബാക് മീഡിയയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇരിക്കാനൊരു ഭാഗ്യമുണ്ടായി. ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എന്താണ് SMS മെഡിറ്റേഷൻ? അപ്പോൾ അതിനുള്ള ആൻസർ വളരെ വ്യക്തമാണ്, ക്ലിയർ ആണ്, എല്ലാവർക്കും അറിയാമെങ്കിലും വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കും. ഈ SMS മെഡിറ്റേഷൻ്റെ ഭാഗമായി ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം വരുന്നെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പാറ്റേൺസ് ടോട്ടലി ചേഞ്ച് ആയിക്കൊണ്ട് അതിനെന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഒന്ന് പറയാമോ? SMS മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷനാണ്. അത് ജ്യോതിഷവും വാസ്തുശാസ്ത്രവും നമ്മളുടെ എല്ലാ ധർമ്മങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും ഫാസ്റ്റായിട്ട് റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ എൻ്റെ ആ ഒരു അന്നത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ആത്മീയതയിൽ ഏറ്റവും നല്ല തലത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ മുഴുവൻ ഒരു ധാരണയായിരുന്നു അന്ന് എൻ്റെ ഉള്ളിൽ തോന്നിയത്. കാരണം ഞാൻ എൻലൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം, ഞാൻ ബാഹ്യവുമായിട്ട് ഒരു കണക്ഷനില്ല, ഒരു ഐസൊലേറ്റഡ് പോലെ ആയിപ്പോയി. എൻ്റെ സാഹചര്യം അങ്ങനെയാണ്, ഞാൻ അങ്ങനെ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പോൾ സമൂഹം എങ്ങനെയാണെന്നൊക്കെ ഞാൻ മറന്നുപോയി. പണ്ട് ഞാൻ അതേ തലത്തിൽ ജീവിച്ച ആളാണെങ്കിൽ പോലും എന്നെ അത് മുഴുവൻ മറന്ന് എൻ്റെ ഉള്ളിലൊന്നുമില്ല, ഒരു പുതിയ കുട്ടിയെ പോലെയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ എൻ്റെ ധാരണ എന്ന് വെച്ചാൽ സമൂഹം മുഴുവൻ ഇത് ആഗ്രഹിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ തോന്നുകയാണ്. ധ്യാനിക്കുമ്പോൾ മുഴുവൻ ആളുകളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പ്രപഞ്ചം കേൾക്കണത്. സോ ഓട്ടോമാറ്റിക്കലി ഞാൻ ധരിച്ചു അതായിരിക്കും ആളുകൾക്ക് ഇഷ്ടമെന്ന് കരുതി അന്ന് തുടങ്ങിയപ്പോൾ ആളുകൾ ഭയങ്കര അക്സെപ്റ്റൻസും ഉണ്ടായിരുന്നു. കണ്ടമാനം ആളുകൾ ഇടിച്ചു കയറുമായിരുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ 10 മണി വരെ എൻ്റെ ക്ലാസ് പോയിരുന്നു, ഓരോ ബാച്ചായിട്ട്. കണ്ടമാനം ആളുകളും ഉണ്ടായിരുന്നു. പിന്നീട് അത് പല സാഹചര്യങ്ങൾ കൊണ്ട് അത് അങ്ങനെയൊക്കെ മാറ്റി അതിനകത്ത് സീരിയസ്നെസ് ആളുകൾക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അതിനുള്ളിൽ ഏർലി മോർണിംഗ് 4:30 എന്നുള്ള ടൈമിലേക്ക് എത്തിച്ചത്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഏത് ബിഗിനേഴ്സിനും ചെയ്യാവുന്ന ഒന്നാണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും SMS മെഡിറ്റേഷനേക്കാൾ ആളുകൾക്ക് ഗുണപ്പെടുന്നത്. കാരണം SMS മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷൻ. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരു അസുഖം വന്നു കഴിയുമ്പോൾ അവനൊരു തോന്നലുണ്ടാവും, എൻ്റെ അസുഖം ഇല്ലാത്ത അവസ്ഥയിലേക്കൊന്ന് എത്തിപ്പെട്ടിരുന്നു ഇല്ലേ, ശരിയാ, എനിക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങാമെന്ന്. ഇതാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. നമ്മൾ പ്രോബ്ലത്തിൽ പെട്ട് കഴിയുമ്പോഴേ നമുക്കൊരു മുട്ടുവേദന വരുമ്പോഴേ മുട്ടുവേദന ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുള്ളൂ. ശരിയാ. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളാണ്. അത് വന്ന് പെട്ട് കഴിയുമ്പോൾ അവനങ്ങ് സ്വന്തം ആലോചിച്ചു പോവും, ദൈവമേ ഒന്ന് കുറച്ച് നാൾ മുമ്പ് അറിഞ്ഞായിരുന്നു ഞാനിതൊക്കെ ഒന്ന് മാറ്റുമായിരുന്നു, വരാതെ ശ്രദ്ധിച്ചാനേലൊന്നും. ഇത് വരാതെ ശ്രദ്ധിക്കാൻ മാർഗമില്ല, വന്നുപോയി. ഇതിനെ റിവേഴ്സിലേക്ക് കൊണ്ടുപോകാനും പുതിയ തലമുറയ്ക്കൊന്നും ഇത് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു സിസ്റ്റമാറ്റിക് ലൈഫിനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണത്. അതൊരു 7 ദിവസത്തെ കോഴ്സാണ്. അതിൻ്റെ സിലബസ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ, റെഡി ആയിട്ടില്ല. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പോലെ എല്ലാം റെഡി ആയി കഴിഞ്ഞ് ഇതിൻ്റെ പ്രൂഫ് റെഡി ആയി കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ വെറുതെ എന്തെങ്കിലും റോഡ് സൈഡിൽ പെട്ടെന്ന് ഇരുന്ന് ഇങ്ങനെ അരിഞ്ഞിട്ട് പാനിപൂരി ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനം തുടങ്ങിയിട്ട് കുറേ ആയിരുന്നു. അത് ഈ 2026 ലോഞ്ച് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. അതിൻ്റെ എന്താ പറയുന്നത്, ഡോക്യുമെൻറ്റേഷനൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ, അതിൻ്റെ സ്ട്രക്ചർ ഫോമൊക്കെ. അതുകൊണ്ട് വളരെ പ്രീമെച്യൂർഡ് സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഇത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യും, ഭയങ്കര ഇഷ്ടമാവും. നോ റെസ്ട്രിക്ഷൻ. ഈ പറയുന്ന SMS മെഡിറ്റേഷനിലുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല. ആളുകൾക്ക് വരാം, പഠിക്കാം, വേണമെങ്കിൽ ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട, അവൻ്റെ ഇഷ്ടം പോലെ അവന് ജീവിക്കാം. സന്തോഷം. അതായത് എന്തായാലും ആ പറയുന്ന
ടൈമിൽ തന്നെ നടക്കട്ടെ. പല ആൾക്കാരും പറയുന്നത് തസ്മൈ ഗുരുജിയെ കാണണം, സംസാരിക്കണം, അല്ലെങ്കിൽ വിളിക്കണം, അങ്ങനെ പറയുന്ന ഒരുപാട് കോൾസ് വരാറുണ്ട്. തസ്മൈ ഗുരുജി, നമ്മളിപ്പോൾ നോർമലി ഈ പറയുന്ന മീഡിയയിൽ നിൽക്കുന്ന സമയത്തും വേറൊരു തലത്തിൽ ഞാനൊരു ചെറിയൊരു പ്രാക്ടീസോട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ക്ലയൻറ്റ് ബേസ് ഉണ്ട്. ഇതിൽ നിന്ന് വരുന്ന കോൾസിനകത്ത് കൂടുതൽ ആൾക്കാരും തസ്മൈ ഗുരുജിയായിട്ട് സംസാരിക്കണം, നമ്പർ വേണമെന്നൊക്കെ പറയുന്നു. നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫീഡ്ബാക്ക്, SMS മെഡിറ്റേഷനകത്ത് കയറുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ആ പോളിസി ഫോളോ ചെയ്യാൻ പറ്റുന്നവർ മാത്രം കയറിയാൽ മതി എന്ന് ഞാൻ പറയുകയുണ്ടായി. പക്ഷേ തസ്മൈ ഗുരുജി കുറച്ച് ഹാർഡായിട്ട് ബിഹേവ് ചെയ്യുന്നു. ശവക്കറി കൂട്ടാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നെ പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഇങ്ങനെ നിരവധി ആൾക്കാരുടെ നിരവധി ഫീഡ്ബാക്ക്. ഈവൻ തൃശ്ശൂരിൽ നിന്ന് എന്നെ ഒരു ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. പേര് ഞാൻ വേണമെങ്കിൽ പറയാൻ തയ്യാറാണ്, പക്ഷെ ഞാൻ അയാളോട് പറഞ്ഞിട്ടില്ല പേര്. ഇപ്പോൾ അയാൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായി ഹാർഡായിട്ട് തസ്മൈ ഗുരുജി പാർട്ട്ണർ ഉണ്ടെങ്കിലേക്ക്, പാർട്ട്ണർ ഇതിന് ഇൻട്രസ്റ്റ് ഇല്ല, വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് തസ്മൈ ഗുരുജി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കയറിക്കൂടെ? ഇങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ റെസ്ട്രിക്ഷൻസ് ഒന്ന് പറയാമോ? എൻ്റെ നിർബന്ധം എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം നന്നാവണം എന്നുള്ള ശരിയാ എൻ്റെ ദുരാഗ്രഹമാണ്. അവർക്ക് ആഗ്രഹമില്ല. അപ്പം നമ്മളത് പറയണമെന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ടായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം പറയണ്ടേ. നമ്മൾ വിവാഹം ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സ്വധർമ്മത്തിൽ ആ ധർമ്മം പുലർത്തി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വളരെ മോഹത്തോടെ ആഗ്രഹത്തോടെയാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് സംഭവിക്കണം എന്താ? താളം തെറ്റിയിട്ടുള്ള ജീവിതം കൊണ്ട് അവർക്ക് ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ടായപ്പോൾ സ്വധർമ്മം പിന്നെ അവരിൽ നിലനിൽക്കാണ്ട് വരികയാണ്. അവർ ഇതിൽ നിന്ന് മാറിയിട്ട് ഈ ജീവിതത്തോട് സന്തോഷം ഇല്ലാണ്ട് വരിക. അതെന്താണ് അതിന് കാരണം എന്ന് അവർക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ബേസ് എന്താണെന്നുള്ളത് എനിക്കറിയാം. എന്ത് കിട്ടിയാലും സംതൃപ്തി വരാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് അവനിലെ ജീവിത സാഹചര്യങ്ങളാണ്. ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള കിടക്കത്തിൻ്റെ ഇടയിലുള്ള ബിഹേവിയർ, ഭാര്യയുമായിട്ടുള്ള സംസർഗം, ഇത് രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയാലേ ഈ ക്ലാസ്സിലൂടെ പോകുമ്പോൾ പ്രപഞ്ചം അവരെ പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ പഠിപ്പിക്കുകയല്ല. അപ്പോൾ ഭർത്താവ് ഉണ്ട് എന്ന് പറയുന്ന സ്ത്രീ ഭർത്താവോട് കൂടി വരണം. ഭാര്യ ഉണ്ട് എന്ന് പറയുന്ന പുരുഷൻ ഭാര്യയോട് കൂടി വരണം. മക്കളുണ്ട് എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവരെ കൊണ്ടുവരണം. ഇത് അവരുടെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഒരു വാഹനത്തിന് എനിക്കൊരു ടയർ മാത്രം കൊണ്ടുവന്ന് പഞ്ചർ ഒട്ടിച്ചാട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പഞ്ചർ ഒട്ടിച്ചു കൊടുക്കാം. ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് പറയാണ് വണ്ടിയുടെ സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ ഒരു വിറ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പഞ്ചർ ഒട്ടിച്ചതിൻ്റെ അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അനേക കാരണങ്ങൾ വരാം. അതെന്താണെന്ന് മുഴുവൻ ഓരോന്നായിട്ട് നോക്കണം. ഇപ്പോൾ ഒരു വണ്ടിയുടെ ഒരു മിസ്സിംഗ് ആയിട്ട്, ഞാൻ ഇത് പറയാൻ കാരണം ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയതുകൊണ്ടാണ് കേട്ടോ. ഒരു വണ്ടിയുടെ, എനിക്കതാണ് എപ്പോഴും ഉദാഹരണം പറഞ്ഞത്. വണ്ടിക്ക് ഒരു മിസ്സിംഗ് ആയിട്ട് വന്നു. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഡീസലിൽ കരടാന്ന്. ആവണം നിർബന്ധമില്ല. പമ്പിൻ്റെ പ്രോബ്ലം ആവാം, ഇഞ്ചക്ടറിൻ്റെ പ്രോബ്ലം ആവാം, ടൈമിങ്ങിൻ്റെ പ്രോബ്ലം, അങ്ങനെ അനേക വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞവൻ ആദ്യം നോക്കും, അടുത്തത് നോക്കും, പിന്നെ സീരിയസിലേക്ക് പോയിട്ട് ഏറ്റവും ലാസ്റ്റാണ് പമ്പിനെ പിടിക്കുള്ളൂ. കാരണം ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഇഞ്ചക്ടറാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ആൾ വന്നു 10 ദിവസം ക്ലാസ് കേട്ടു. ഈ 10 ദിവസത്തിനുള്ളിൽ ഫാമിലിയുടെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അവർ ഒറ്റയ്ക്ക് വന്നിരുന്ന് പെർമിഷൻ ചോദിക്കുന്നത്. അപ്പോൾ ഒബിയസ്ലി അവർ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാരണങ്ങളും മുട്ടാന്യായങ്ങളും കേൾക്കുമ്പോൾ എനിക്കറിയാം അവർ സത്യമാണോ നുണയാണോ പറഞ്ഞത്. നുണയാ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഞാൻ ശകാരിക്കുന്നതിന് ഒട്ടും ശബ്ദം കുറച്ചല്ല. നമ്മൾ ഈ സ്വർണം പണിയുന്ന ചുറ്റിക കൊണ്ട് പാറ അടിച്ചാൽ പൊട്ടില്ല, അതിന് കൂടം തന്നെ വേണം. അപ്പോൾ കൂടത്തിന് അടിക്കുന്നതിന് നല്ല ആയം ഉണ്ടാവും. അപ്പോൾ ശക്തിക്ക് ഒരു അടിയം കൊടുക്കുമ്പോൾ അവരങ്ങ് നന്നായി പോകും. വളരെ ചുരുക്കം ആളുകൾ ഇട്ടിട്ട് പോകും. ചുരുക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ കൂടുതലായിരിക്കും കേട്ടോ. നന്നാവാൻ ആഗ്രഹം ഇല്ലാത്തവരാണ് കൂടുതലും. സോ ഒരു സെർട്ടൻ % ആളുകൾ ഇടയ്ക്ക് വെച്ച് ക്വിറ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. അതിന് ഞാൻ ഒരിക്കലും ബോദർ ചെയ്യാറില്ല. പലയിടത്തും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ അങ്ങേപ്പോലുള്ളവർ പറയുന്നു. പലരും എന്നോട് പറയാറുണ്ട് അല്പം റെസ്ട്രിക്ഷനൊക്കെ കുറച്ചാൽ നല്ലതാണെന്ന്. അപ്പം ഞാൻ അന്ന് മുതലേ ആലോചിക്കുന്നതാണ് ഇതിനെന്താ പോകാൻ വഴിയുള്ളത്. കാരണം ഞാനൊരു ധർമ്മത്തിൽ നിൽക്കുന്ന ആളാണ്. എനിക്ക് ഈ ധർമ്മത്തിൽ നിന്ന് മാറിയിട്ട് ഇതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ എനിക്ക് ഒരു മാർഗ്ഗവും ഇല്ല. ഞാൻ എന്തെങ്കിലും അതിനകത്ത് മായം ചേർത്താൽ അത് എന്നെ എഫക്റ്റ് ചെയ്യും. സോ അങ്ങനെ ചിന്തിച്ചാണ് SMS മെഡിറ്റേഷൻ പോലെ ഇപ്പോൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്ലാൻ ചെയ്ത് വന്നേക്കുന്നത്. അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. എനിക്ക് ശകാരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമസ്തേ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കാം. ഇത് 100% കുട്ടികൾക്ക്, അന്യമതസ്ഥർക്ക്, ആർക്ക് വേണമെങ്കിലും, പ്രായഭേദമന്യേ, ജാതി മത വർഗ വ്യത്യാസമില്ലാണ്ട് ആർക്ക് വേണമെങ്കിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം.
ഇതിനകത്ത് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അവൻ്റെ ഭക്ഷണം കഴിക്കാം, അവൻ്റെ ജീവിത രീതി അങ്ങനെ തന്നെ തുടരാം, എന്ത് വേണമെങ്കിലും ആവട്ടെ. 7 ദിവസത്തെ ക്ലാസ് അവന് അറ്റൻഡ് ചെയ്യാം, അവനത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അവന് ജീവിതത്തിൽ എല്ലാ ബെനിഫിറ്റും കിട്ടും. അങ്ങനെയാണ് ഞാൻ ഈ ശകാരവും ശകാരത്തിൽ നിന്ന് മാറ്റിയുള്ള റിവേഴ്സ് എഞ്ചിനീയറിംഗിലേക്ക് എത്താനുള്ള ഒരു കാരണം. എന്തായാലും സന്തോഷം. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ പറയുന്ന റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒരുപാട് ഉപയോഗപ്രദമാകും. അല്ലാതെ പൂർണ്ണമായിട്ട് ഈ പറയുന്ന SMS മെഡിറ്റേഷൻ സ്വാംശീകരിക്കണം, നല്ല ലെവലിലേക്ക് മുന്നോട്ട് പോകണമെന്ന് ഡിസർവ് ചെയ്ത സോൾസ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതിലേക്ക് എത്തിപ്പെടും. നന്ദി, നമസ്കാരം. സന്തോഷം.